പിന്നുള്ള കർമ്മങ്ങളൊക്കെ സഅയ്, മഖാം ഇബ്രാഹിം, അതുപോലെ തന്നെ മതാഫ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ വരുന്നുണ്ട്. ഞാനത് വിശദീകരിക്കണില്ല. അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഈ 3 വിശ്വാസങ്ങളും പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ് ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. തഖ്വ തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ, പടച്ച റബ്ബ് വിരോധിക്ക കാര്യങ്ങൾ, കർമ്മങ്ങളോ പ്രവർത്തികളോ സ്വഭാവങ്ങളോ പെരുമാറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിക്ഷേപിച്ച് തിരിച്ചു പോരണം. അതിനാണ് നമ്മൾ ജംറയിൽ എറിയുക എന്ന് പറഞ്ഞാൽ. ചെറിയ കല്ലുകൊണ്ട് എറിയാൻ പാടുള്ളൂ, വലിയ കല്ലെടുക്കാൻ പറ്റില്ല. ചെറിയ കല്ല്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയ കല്ലെടുത്തോണ്ട്, അപ്പൊ ചെറുതായി പോയി എന്നൊരു കുറവ്, ഒരു ലജ്ജ ആർക്കുണ്ടായി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി. നബിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ ചെറുതായി പോയോ? അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിര് കവിയരുത്. കാരണം അത് എറിയണത് അവിടെ മൂപ്പരില്ല, ആരില്ല, പിശാചൊന്നുമില്ല. എറിയൽ ഇവിടുന്നാണ്. സ്വന്തം കൽബിന്ന് അസദ്, റിയാ, കിബർ, ഫസാദ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ മാലിന്യങ്ങളെയും എടുത്ത് വലിച്ചെറിയണ പ്രോസസ്സാണ് ഏത്? ജംറയിൽ എറിയുക എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ അവിടെ ബാക്കി വെച്ചിട്ട് അവിടെ നിങ്ങൾ ഏറെ ഉഷാറാക്കിയിട്ട് കാര്യമില്ല. ചില ആളുകളൊക്കെ ഹജ്ജിന് വരുന്ന ആളുകൾ പാസ്പോർട്ടും ഇതൊക്കെ അടങ്ങി ബാഗ് കൊണ്ട് എറിയും. ശരിക്കും എറിഞ്ഞിട്ടാണ് ആലോചിക്കുക ഇതിൽ പാസ്പോർട്ടുണ്ട്, വിസ ഉണ്ട് എന്നൊക്കെ. പിന്നെ ആളുകൾ തിരക്കുണ്ടാക്കും, വലിയ വടി കൊണ്ടൊക്കെ വരും. അപ്പൊ ഈ ഉള്ളിലിരിക്കുന്ന ആള് ചിരിക്കുണ്ടാവും, അവിടെ ഞാനില്ല, എവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെ എറിഞ്ഞിട്ട് 3 ദിവസം അങ്ങനെ തുടർച്ചയായി എറിയാന്ന് പറഞ്ഞാൽ പൈശാചിക മാലിന്യങ്ങൾ എടുത്ത് വലിച്ചെറിയാൻ. വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോഴാണ് വലദത്തുഹു ഉമ്മുഹു, സ്വന്തം ഉമ്മ, ഇപ്പോൾ ഉമ്മ പ്രസവിച്ചതുപോലെ ഉള്ള ഒരാളായി തിരിച്ചു വരാൻ നമുക്ക് കഴിയുള്ളൂ. സഅയ് അങ്ങനെയാണ്, മതാഫ്, തവാഫ് അങ്ങനെയാണ്. ഹജ്ജിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലബ്ബൈക്ക് തൽബിയത്ത് ചെല്ലണം. ഹജ്ജ് പോലെ നിയ്യത്ത് ഉറക്കെ പറയൽ പുണ്യാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കർമ്മം, ഉച്ചരിക്കേണ്ട കർമ്മം ഹജ്ജിനില്ല. നാവുകൊണ്ട് പറയേണ്ടതില്ല, ശരീരം കൊണ്ട് ചെയ്യലാണ്. ശരീരം കൊണ്ട് ചെയ്യലാണ്. കാരണം ഹാജിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, ഇബാദത്ത് പ്രാർത്ഥന. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ പ്രദേശങ്ങളും എവിടെയാണ്? അറഫ, മുസ്ദലിഫ, മുന, അതുപോലെ മതാഫ്, മസ്അ, മഖാം ഇബ്രാഹിം, ഇതൊക്കെ അവിടെയാണ്. ഇവിടൊക്കെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. ആ ഉത്തരം അവിടൊക്കെ എന്റെ റബ്ബേ എന്ന് കൽബിന്റെ അടിത്തട്ടുന്ന ഒരു അടിമ വിളിച്ചാൽ എന്തേന്ന് ആകാശത്തിന്റെ മുകളിൽ നിന്ന് പടച്ചോൻ പറയും. അതിന് ഭാഷയില്ല. വിളിക്കുന്ന ആളുടെ ഇഖ്ലാസ് മാത്രമേ അള്ളാഹു എന്തെയുള്ളൂ, പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പഠിക്കുക, പ്രാർത്ഥന പഠിക്കാതെ പോകാൻ പറ്റില്ലല്ലോ എന്ന് ബേജാറായി പോണ ആളുകളുള്ളത്. അങ്ങനെ ഒരു പ്രാർത്ഥന ഹജ്ജിനില്ല. നിങ്ങൾക്ക് അറിയണ ഭാഷയിൽ 1-2 കാര്യം, തൽബിയത്ത് പിന്നെ എന്തായാലും നമ്മൾ പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യം. അപ്പൊ ഈ പ്രാർത്ഥനയാണ് ഇതിന്റെ മർമ്മം. ആ പ്രാർത്ഥനയും അദ്കാറുകളും ഉച്ചരിച്ച് ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഹജ്ജിന് പോകാത്ത ആളുകൾ ഉണ്ടാവേണ്ടത് അടുത്ത പ്രാവശ്യമെങ്കിലും ഹജ്ജിന് പോകണല്ലോ അല്ലാ എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവുകയും നമ്മുടെ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ ഒരു ഭാഗമാണ്. ആയുസ്സിലൊരിക്കൽ ഹജ്ജ് ചെയ്യാന്നുള്ളത് നമ്മളൊരു പൂർത്തീകരണത്തിന്റെ ഭാഗം. എന്തെങ്കിലും കാര്യം കൊണ്ട് സാധിക്കാതെ പോയാൽ പടച്ച റബ്ബ് പോരും. പക്ഷെ നമ്മുടെ ശ്രമം, സഅയ്, ഈ അവിടെ നടത്തുന്ന സഅയിന് മുമ്പ് ഹജ്ജിനുള്ളൊരു സഅയ് നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമം നമ്മൾ നടത്തണം. പടച്ച റബ്ബ് അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവണം.